ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇലയട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒന്ന് ഉരുക്കി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. തേങ്ങയും ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരത്തക്ക രീതിയിലൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ 1/4 കപ്പ് അളവിൽ അവൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവലും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അവലും ശർക്കരയും തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഒരല്പം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടി ഒന്ന് ലൂസായിട്ടുള്ളൊരു രീതിക്ക് വേണം ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു വാഴയിലയിൽ ഒരല്പം എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എടുത്തൊന്ന് വെച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് കനം കുറഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ തന്നെ ഒന്ന് പരത്തി എടുക്കാം. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം നമ്മൾ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ വന്നോളും. ഇപ്പം ഞാനത് ഈ ഒരു കനത്തിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം എല്ലാ സൈഡും ഒന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് എല്ലാം തന്നെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലൊന്ന് ഫില്ല് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ടൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇലയെല്ലാം തന്നെ ഈ ഒരു സ്റ്റീമറിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരേക്കും ഒന്ന് വേവിച്ച് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഇലയുടെയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം തണുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ താങ്ക് യു, ബൈ.